നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാനവും നവീകരണവും എന്നും സാധാരണ കേരളീയർക്ക്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളാണ്. ആധുനിക കാലത്ത് രാഷ്ട്രീയ സാമുദായിക പ്രീണനത്തിനായി പല ചരിത്രകാരന്മാരും ചരിത്രത്തെ വളച്ചും വളയ്ക്കാതെയും ഒടിക്കാനും വെട്ടിമുറിക്കാനും മടിയൊട്ടും കാട്ടുന്നുമില്ല. കേരളത്തിൻ്റെ യഥാർത്ഥ നവോത്ഥാന തേജസ്സുകളെ തേടിയുള്ള MIRDT ഗവേഷക സംഘത്തിൻ്റെ കണ്ടെത്തലുകളുടെ ആദ്യലക്കം പ്രൊഫസർ ഡോക്ടർ CR വിനോദ് കുമാർ അവതരിപ്പിക്കുന്നു. ഈ കൊച്ചു കേരളം, അതിൻ്റെ അതിരുകൾ എന്ന് പറയുന്നത് അങ്ങ് വടക്ക് കാസർഗോഡ് ചന്ദ്രഗിരി പുഴയും തെക്ക് കന്യാകുമാരിയും പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് സഹ്യാദ്രി സാനുക്കളുമാണ്. സഹ്യാദ്രി സാനുക്കളിൽ താമസിച്ചിരുന്നതായ പുരാതന മനുഷ്യർ അവര് ധൈര്യശാലികളായിരുന്നു, അസ്ത്രശസ്ത്ര നിപുണന്മാരായിരുന്നു, കരുണയുള്ളവരായിരുന്നു, അങ്ങേയറ്റം ശ്രമശാലികളായിരുന്നു. അവരാണ് കേരളത്തിലെ ആദിമ നിവാസികൾ. ഈ ആദിമ നിവാസികൾ മിക്കവാറും ഇന്നത്തെ നായന്മാരും അതുപോലെ തന്നെ ഈഴവ സമാജവും അതിൻ്റെ താഴെയുള്ള വിഭാഗങ്ങളും ഒത്തുചേർന്നതാണ്. അതിനുശേഷം കേരള സംസ്ഥാനത്തിൽ ഇന്ന് നാം അറിയപ്പെടുന്നതായിട്ടുള്ള ഭൂമിശാസ്ത്രം രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുൻപ് പ്രളയസമാനമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ വ്യതിയാനം കൊണ്ട് സമുദ്രം പടിഞ്ഞാറേക്ക് ഇറങ്ങിപ്പോവുകയും ആ ഇറങ്ങിപ്പോയ ഭാഗങ്ങൾ സമതലമായി തീരുകയും ഏതാണ്ട് കേരളത്തിൻ്റെ മധ്യഭാഗത്തുനിന്ന് പടിഞ്ഞാറോട്ടുള്ള ഭാഗങ്ങൾ കരയായി രൂപാന്തരപ്പെടുകയും ചെയ്തു. 1200 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതായ ഉണുനീലി സന്ദേശത്തിൽ ചെന്തമിഴാണ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. കടുത്തുരുത്തി അല്ലെങ്കിൽ കടൽ തുരുത്തി, കൊടുങ്ങല്ലൂരിന് മുസൂറിസ് എന്ന് പറയുന്നതായ സമുദ്രതീര പട്ടണം, ഇതെല്ലാം രൂപാന്തരപ്പെട്ടിരുന്നത് ഇതിനു ശേഷമാണ്. നാഗർകോവിൽ ഭാഗത്ത് ഈ ആദിമ നിവാസികളായിട്ടുള്ള ആളുകളെ നാഗർ എന്നും അതുപോലെ തന്നെ നായകർ എന്നും നാഗവർ എന്നുമൊക്കെയാണ് പേര് വിളിച്ചറിഞ്ഞിരുന്നത്. ഈ നാഗവർ താമസിച്ചിരുന്ന പ്രദേശമാണ് നാഗർകോവിലായി രൂപാന്തരം പ്രാപിച്ചത്. ഇവര് ഈ സമതല പ്രദേശത്തേക്ക് ഇറങ്ങി വരികയും അവിടെ സാംസ്കാരികമായ കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ കേരളം 1200 വർഷങ്ങൾക്ക് മുൻപ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തുഷ്ടമായ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത 4 വിഭാഗമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വൈദേശിക ആക്രമണം ശക്തമായി വന്ന സമയം ഗോവയിൽ നിന്നും അതുപോലെ തന്നെ കാസർഗോഡ് നിന്നും ഭാഗങ്ങളിൽ നിന്ന് ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ തൊഴിൽ തേടി ഈ കേരളത്തിലേക്ക് വന്നത്. അവർ ഇവിടെ വന്ന ശേഷം പൂണൂൽധാരികളായിട്ടുള്ള ബ്രാഹ്മണർ ദൈവത്തിൻ്റെയും ബ്രാഹ്മണ്യത്തിൻ്റെയും പൂണൂലിൻ്റെയും ബലത്തിൽ അന്ന് കേരളത്തിലുണ്ടായിരുന്ന ആദിമ നിവാസികളെ മുഴുവൻ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും കാലക്രമത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ ചാതുർവർണ്ണ്യം ഇവിടെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തതാണ് ശരിക്കും. അപ്പോൾ ഈ ഗുണകർമ്മത്തിനനുസരിച്ചുണ്ടായിരുന്ന 4 വർണ്ണവ്യവസ്ഥകൾ മാറ്റി പിന്നീട് കണ്ട നികൃഷ്ടമായ ചാതുർവർണ്ണ്യ വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയിട്ടുള്ള ജാതി ചിന്ത ഈ ബ്രാഹ്മണരുടെ ആഗമനത്തിന് ശേഷം അവര് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളെയും ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരികയും കേരളം നരകതുല്യമായി മാറുകയും ചെയ്തു. ഈ കേരളത്തിൽ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് വിദേശികളായിട്ടുള്ള ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ ഇവരുടെ എല്ലാം ആഗമനത്തിൽ കേരളം വാസ്തവത്തിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത്. ഒരു വശത്തുകൂടി ഗുരുതരമായിട്ടുള്ള വർണ്ണവ്യവസ്ഥ, മറുവശത്തുകൂടി വൈദേശിക ആക്രമണം. ഇതെല്ലാം നടക്കുന്ന സമയത്ത് നമുക്കറിയാം ശങ്കരാചാര്യസ്വാമികൾ, എഴുത്തച്ഛൻ, പൂന്താനം, ഇത് ഏതാണ്ട് 15-ാം നൂറ്റാണ്ട് 16, 17, 1800 വരെ 1900 വരെയുള്ള കാലഘട്ടത്തിൽ ആണ് ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുകയും എല്ലാം ചെയ്തുവെങ്കിലും വിവേകാനന്ദൻ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് 19-ാം നൂറ്റാണ്ടിൽ വിശേഷിപ്പിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യവും ഇവിടെ ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ, സർവ്വതിൻ്റെയും അധിപതികളായിട്ടുള്ള ആളുകൾ
നായന്മാരെ ശൂദ്രരിൽ നിന്ന് സർക്കാർ രേഖകൾ വിശേഷിപ്പിച്ച് നായരശൂദ്ര, ഈഴവശൂദ്ര, അതിന് താഴെയുള്ള അന്തരാള വർഗം ഇവരെല്ലാം ചവിട്ടി മെതിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ സമാരംഭം കുറിക്കുന്നത് തന്നെ. ഇവിടെയാണ് രണ്ട് നവോത്ഥാന നായകന്മാരുടെ ഉദയം കേരളം കാണുന്നത്. 1853 തിരുവനന്തപുരത്ത് അടുത്ത് കണ്ണമൂലയിൽ തിരുനങ്ങി അമ്മയുടെ പുത്രനായിട്ട് 1853 കുഞ്ഞൻ കുഞ്ഞൻപിള്ള അല്ലെങ്കിൽ അയ്യപ്പൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ബാലൻ പിറക്കുന്നു. പരമദരിദ്രമായ കുടുംബം, നായർ ശൂദ്രനായി അവരോധിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 2.5 വർഷം കഴിയുമ്പോഴാണ് 8 കിലോമീറ്റർ അകലെ, ഇത് രണ്ടും തെക്കൻ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ പരിസര പ്രദേശത്ത് സംഭവിക്കുന്നതായിട്ടുള്ള വളരെ മനോഹരമായ 2 ജന്മങ്ങളാണ്. ഒന്ന് ചട്ടമ്പി സ്വാമി അയ്യപ്പനായിട്ട് കിടക്കുന്നു. 8 കിലോമീറ്റർ അകലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ നാണു എന്നൊരു കുട്ടി ജനിക്കുന്നു. ഇവർ തമ്മിൽ 2-2.5 വർഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അയ്യപ്പൻ പരമദാരിദ്ര്യമാണെങ്കിലും 14-ാം വയസ്സിൽ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, അന്നുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ അനിതര സാധാരണമായ ബുദ്ധിവൈഭവം പ്രദർശിപ്പിച്ചിരുന്നതായിട്ടുള്ള അയ്യപ്പൻ ഗണിതവും അത്യാവശ്യം എഴുത്തും വായനയും 3 R's എല്ലാം അഭ്യസിച്ച് അടുത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ പോകുന്ന സമയം ഒരു സിദ്ധനിൽ നിന്നും 14-ാം വയസ്സിൽ സുബ്രഹ്മണ്യ മന്ത്രദീക്ഷ സ്വീകരിക്കുകയാണ്. സുബ്രഹ്മണ്യ മന്ത്രദീക്ഷ സ്വീകരിച്ച ശേഷം അദ്ദേഹം പലതരത്തിൽ തിരുവനന്തപുരത്ത് പല ജോലികളിൽ ഏർപ്പെടുത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ കല്ലുചുമട്ടുകാരനായിട്ട്, ഗുമസ്തപ്പണിക്കാരനായിട്ട്, അതുപോലെ തന്നെ ആധാരമെഴുത്തുകാരനായിട്ട്, ക്ലർക്കായിട്ട്, ഇങ്ങനെ നിരവധി പണികൾ ചെയ്ത ആ ബാലൻ, നമ്മൾ ഓർക്കണം 14, 15, 16 വയസ്സ് പ്രായമുള്ള ബാലൻ തിരുവനന്തപുരത്ത് അലഞ്ഞു തിരിയുന്ന സമയം തിരുവനന്തപുരത്തും പരിസരത്തുള്ള സർവ്വ പണ്ഡിതന്മാരെയും പോയി കാണുകയും തനിക്ക് ഏതെങ്കിലും തരത്തിൽ വിദ്യ നേടണം എന്നാഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഏതാണ്ട് ചട്ടമ്പി സ്വാമികൾ 1875 തിരുവനന്തപുരത്ത് നടക്കുന്ന മുറജപത്തോടനുബന്ധിച്ച് സുബ്ബ ജഡാപടി ശാസ്ത്രികൾ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു മഹായോഗി എന്ന് തന്നെ പറയാവുന്ന ആളുകളുമായിട്ട് സംഗമിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെയാണ് ചട്ടമ്പി സ്വാമികൾ നേരെ കല്ലടക്കുറിശി എന്ന് പറയുന്ന സുബ്ബ ജഡാപടി ശാസ്ത്രികളുടെ പാഠശാലയിൽ പോവുകയും 4 വർഷം അവിടെ താമസിച്ച് ഏതാണ്ട് 1879 മുതൽ 1880 വരെയുള്ള കാലഘട്ടം 4 വർഷം സുബ്ബ ജഡാപടി ശാസ്ത്രികളുടെ പാഠശാലയിൽ പഠിച്ച് തർക്കം, മീമാംസ, അതുപോലെ തന്നെ വേദാംഗങ്ങളെല്ലാം അഭ്യസിച്ച് പുറത്തിറങ്ങുന്ന സമയം യുവകോമളനായ ചട്ടമ്പി സ്വാമികൾ ആ തമിഴകത്തുള്ളതായിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരെ, ക്രിസ്ത്യൻ പണ്ഡിതന്മാരെ, ഇവരെ എല്ലാം കണ്ട് ചർച്ചകൾ നടത്തി ഒരു പണ്ഡിതനായിട്ട്, യുവാവായ പണ്ഡിതനായി മാറുകയാണ്. അവിടെ നിന്ന് കന്യാകുമാരി തീർത്ഥാടനത്തിന് പോകുന്നു. കന്യാകുമാരിയിൽ നേരെ കാശിയും, കാശിയിൽ നിന്ന് ഹിമാലയവും യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാ അറിവുകളും താൻ അഭ്യസിച്ചു. എന്നിരുന്നിട്ടും എനിക്കൊരു സമാധാനം, എന്തോ ഒന്നുകൂടി ആർജിക്കാനുണ്ട് എന്ന് വിഷമിച്ച് കന്യാകുമാരിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സമയം വടിവീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, വടിവീശ്വരത്ത് വെച്ച് അവധൂതനുമായിട്ട് യാദൃശ്ചികമായി കണ്ടുമുട്ടുകയാണ്. അവധൂതൻ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. നിരവധി പട്ടികൾ എച്ചിലില നക്കുന്നതിനിടയിൽ ഒരു മനുഷ്യർ എച്ചിലിലകൾ പട്ടികളോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുന്നതായിട്ട് കണ്ടു. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്ന് കുട്ടികൾ കല്ലെറിയുന്നു ആ മനുഷ്യനെ. കല്ല് ശരീരത്ത് കൊണ്ടിട്ടും യാതൊരു കൂസലുമില്ലാതെ ഇരുന്ന് ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യനെ കൈകെട്ടി സാബൂതം നോക്കി നിന്നതായിട്ടുള്ള ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞ യുവാവിന് തോന്നിയത് അസാധാരണ മനുഷ്യനാണ്. തന്നെ ആ യുവാവ് ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അതിവേഗത്തിൽ, ശരവേഗത്തിൽ ഓടിപ്പോകുമ്പോൾ പുറകെ പോവുകയാണ്. അവർ രണ്ടുപേരും വനാന്തരത്തിനുള്ളിൽ പ്രവേശിച്ച് 3-4 ദിവസം അവിടെ താമസിച്ചു. വടിവീശ്വരത്ത് വെച്ചാണ് വാസ്തവത്തിൽ ഈ സിദ്ധയോഗികളിൽ നിന്നും ആത്മജ്ഞാനം ലഭിക്കുന്നത്. അങ്ങനെ താൻ തേടി അലഞ്ഞിരുന്നതായ ജ്ഞാനത്തിൻ്റെ സാക്ഷാത്കാരം ചട്ടമ്പി സ്വാമി നേടുകയാണ്. നമ്മൾ ഓർക്കണം, ഒരാളെ സംബന്ധിച്ചിടത്തോളം 28-ാമത്തെ വയസ്സിൽ ബ്രഹ്മജ്ഞാന സിദ്ധി ലഭിക്കുകയാണ് ചട്ടമ്പി സ്വാമിയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഭയലേശമില്ലാതെ ലോകസംഗ്രഹത്തിനു വേണ്ടി ഭൂമിയിൽ ചുറ്റിത്തിരിയുക. ശരി, പിന്നീടുള്ള കാലഘട്ടത്തെ ലോകസംഗ്രഹം, ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരവധൂത രൂപത്തിൽ യാതൊരു ഭയലേശവുമില്ലാതെ അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചുറ്റിത്തിരിഞ്ഞു.
പ്രശസ്തി ആഗ്രഹിച്ചിരുന്നില്ല. പുസ്തകരചന രചിച്ചുവെങ്കിലും അതെല്ലാം ശിഷ്യന്മാരെ ഏൽപ്പിക്കുക. അങ്ങനെ ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് താമസിക്കാതിരിക്കുക. ഒരു ഹഠയോഗിയുടേതായ എല്ലാ ലക്ഷണങ്ങളോടു കൂടി സർവ്വശാസ്ത്രങ്ങളും അഭ്യസിച്ച ചട്ടമ്പി സ്വാമി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാണുഗുരുസ്വാമി അവിടെ നിന്നും ശരിക്കു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാണുസ്വാമിയും ഇതുപോലെ തന്നെ പഠിക്കാൻ നിവൃത്തിയില്ല. ഉന്നത വിദ്യാഭ്യാസമോ സംസ്കൃതമോ പഠിക്കാൻ നിവൃത്തിയില്ലാതെ പല സ്ഥലത്തും കായംകുളത്തും അതുപോലെ തന്നെ ഈഴവ പ്രമാണിമാരുടെയും നായപ്രമാണിമാരുടെയും ഒക്കെ വീട്ടിൽ നിന്ന് പഠിച്ചിങ്ങനെ അന്വേഷണാത്മകമായി നടക്കുന്ന കാലഘട്ടത്തിലാണ് കൊടിപ്പറമ്പിൽ നാരായണപിള്ള എന്നൊരു മനുഷ്യൻ, ചട്ടമ്പി സ്വാമി എന്ന് പറയുന്നൊരു ഒരു യോഗിവര്യനുണ്ട്, ഒന്ന് പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ വാമനപുരത്തിന് സമീപമുള്ളതായിട്ടുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ അണിയൂർ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ആദ്യമായി ശ്രീനാരായണനും ചട്ടമ്പി സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഒരു അലൗകികമായ രാമകൃഷ്ണദേവനും വിവേകാനന്ദനും കണ്ടുമുട്ടി എന്നൊക്കെ പറയുന്നത് മാതിരി ഇവർ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴേ ശ്രീനാരായണൻ ഈശ്വര കൃപയാൽ ദേവീ കടാക്ഷം കൊണ്ട് ശ്ലോകരൂപേണയാണ് പറയുന്നത്, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ തനിക്ക് അറിയാനുള്ള ആഗ്രഹം ശ്ലോകരൂപേണ പറഞ്ഞപ്പോൾ ആദ്യം വന്നത് നല്ല ദേവീ കൃപയുള്ള ആളാണല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക ചെയ്തത്. അതിനുശേഷം അവർ തമ്മിൽ സംസാരം നടത്തുകയും അതിനുശേഷം വാമനപുരത്തെ ചട്ടമ്പി സ്വാമിയുടെ ഒരു ശിഷ്യൻ്റെ വീട്ടിൽ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു. ഈ സംഗമം വാസ്തവത്തിൽ അതിനുശേഷം കായംകുളത്തുള്ളതായിരുന്ന ഒന്ന് രണ്ട് പ്രമാണിമാരായിട്ടുള്ള പെരുനെല്ലി കൃഷ്ണൻ വൈദ്യൻ്റെ വീട്ടിൽ വെളുത്തേരി കേശവൻ വൈദ്യർ, ഇവരെല്ലാം അന്ന് അറിയപ്പെടുന്ന ഈഴവ പ്രമാണിമാരും അവരുടെ വീടുകളിലൊക്കെ വലിയ ഗ്രന്ഥശേഖരമുണ്ട്. വിവേകാനന്ദൻ്റെ ഒരു അല്ല ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രത്യേകത, എവിടെ പോയാലും താളിയോലകളും ഗ്രന്ഥശേഖരവും മുഴുവൻ പരിശോധിച്ച് ഹൃദിസ്ഥമാക്കുക. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുൻപ് എവിടെയോ പഠിച്ചതായ ഒരു ഓർമ്മയാണ്. ഒരു പുസ്തകം തുറന്നു വെച്ചാൽ അതിവേഗം അതിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ, അതിൻ്റെ ഗൂഢാർത്ഥങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും ഉറ്റ ചങ്ങാതിമാരായി. അവരേകോദര സഹോദരങ്ങളെപ്പോലെ നിരവധി ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലായി ചർച്ച ചെയ്തു. രണ്ടുപേരും മരുത്വാമലയിലും അതിന് തൊട്ടടുത്തുള്ളതായി പിള്ളത്തണ എന്ന് പറയുന്ന സ്ഥലത്തും പിള്ളത്തണ ഗുഹയിലും മാസങ്ങളോളം അവർ ചെലവഴിച്ചു. അങ്ങനെ മാസങ്ങളോളം ചിലവഴിച്ച് പല സിദ്ധമാർഗങ്ങളും യോഗമാർഗങ്ങളും പരസ്പരം കൈമാറുകയും പഠിക്കുകയും ചെയ്തു. അതിനുശേഷം 1887 മരുത്വാമലയിൽ നിന്നും രണ്ടുപേരും കൂടെ കടൽ തീരത്തുകൂടെ സഞ്ചരിച്ചെത്തുകയും അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെത്തിക്കഴിയുമ്പോൾ അതിമനോഹരമായ അരുവിപ്പുറത്തിൻ്റെ സൗന്ദര്യം രണ്ടുപേരെയും ഒരുപോലെ ആകർഷിച്ചു. നമുക്ക് ഈ അരുവിപ്പുറത്ത് കുറേ കാലം താമസിക്കാം എന്ന് പറഞ്ഞ് അരുവിപ്പുറത്ത് വെച്ചാണ് ഗൂഢമാർഗങ്ങളും അതുപോലെ സാക്ഷാത്കാരത്തിൻ്റെതായ രഹസ്യമാർഗങ്ങളും എല്ലാം ശ്രീനാരായണൻ ചട്ടമ്പി സ്വാമി എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ 1888 ധാനു ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ നാണു എൻ്റെ നാണൻ എന്നാണ് വിളിച്ചിരുന്നത്. ചട്ടമ്പി സ്വാമി എപ്പോഴും നാണുഗുരുസ്വാമി അഭിസംബോധന ചെയ്ത് എൻ്റെ നാണൻ എന്നുള്ള പേരാണ് വളരെ പ്രേമത്തോടു കൂടി സ്നേഹത്തോടു കൂടി എൻ്റെ നാണൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ എൻ്റെ നാണന് എല്ലാ ജ്ഞാനവും പകർന്നു കൊടുത്ത് നാണു ആശാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരുവായി മാറുകയാണ്. അതിനുശേഷം 1888 കേരളത്തിൽ അന്ന് നിലനിന്നിരുന്നതായ കടുത്ത ജാതി വ്യവസ്ഥ, അപ്പോൾ അന്തരാള വർഗത്തിലുള്ള ആളുകളൊക്കെ ചാമുണ്ടിയെയും അതുപോലെ തന്നെ പിശാചിനെയും യക്ഷിയെയും ഒക്കെ ആരാധിക്കുന്ന കാലം അവർക്ക് ക്ഷേത്രങ്ങളിൽ കയറാൻ നിർവാഹമില്ല. അങ്ങനെയാണ് അരുവിപ്പുറത്തെ ശിവക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നത് 1888. ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദ സ്വാമികളുമായിട്ടുള്ള കൂടിക്കാഴ്ച സംഗമം എറണാകുളത്ത് നടക്കുന്നത് 1892 പൂതാമ്പള്ളി തറവാട് എന്ന് പറയുന്നത് നമുക്കറിയാം. ചിന്മയാനന്ദ സ്വാമിജിക്ക് ബാലകൃഷ്ണൻ എന്നുള്ള പേരിട്ടത് ചട്ടമ്പി സ്വാമിയാണ്. നമുക്ക് അധികം പേർക്കൊന്നും അറിയില്ല. ഏതായാലും ചട്ടമ്പിയും നാണുഗുരുസ്വാമികളും കേരളത്തിൻ്റെ 2 മഹാദീപസ്തംഭങ്ങളായിരുന്നു. അവർ ജീവിച്ചിരുന്നത് 1882 കണ്ടുമുട്ടി ചട്ടമ്പി സ്വാമിയുടെ സമാധി 1924 നടക്കുന്നതുവരെ 42 വർഷം രണ്ടുപേരും പല ഗുഹാവിഹുരങ്ങളിലും ഒന്നിച്ചു ചേരുകയും ചർച്ച ചെയ്യുകയും സിദ്ധികൾ കൈമാറുകയും ചെയ്തിരുന്നു. അവർ കേരളത്തെ വെളിച്ചത്തേക്ക് നയിച്ചതാണ് ഈ 2 പേരും. മലയാളിയുടേതായ ഒരു സ്വതസിദ്ധമായ ശൈലിയുണ്ട്. എന്നും മലയാളി സംശയാത്മാ വിനിശ്യതി എന്ന് പറഞ്ഞ പോലെ സംശയാത്മാവാണ്. ആരാണ് ഗുരു, ആരാണ് ശിഷ്യ ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ രസം തോന്നും. ബ്രഹ്മജ്ഞാനികളായ 2 ആചാര്യന്മാർ ആരാണ് ഗുരു? അവർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഈ ചർച്ച
കേരള സമാജത്തിൽ ചില ആളുകളുടെ മനോമണ്ഡലത്തിൽ വന്നാണ്. ഇവർ രണ്ടുപേരും അത് ഗൗനിച്ചിട്ടേ ഇല്ല. നമുക്കറിയാം, ന ബുദ്ധിർ ന മിത്രം ഗുരുർനൈവ ശിഷ്യ. എവിടെ ഗുരു, എന്ത് സുഹൃത്ത്, എന്ത് ബന്ധു? ഇതാണ് ന ബന്ധുർന മിത്രം ന ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം. ഈ മന്ത്രം മനസ്സിൽ ഉരുവിട്ട് നടത്തുന്ന ചട്ടമ്പിയെ പറ്റിയോ ശ്രീനാരായണനെ പറ്റിയോ ആര് ഗുരു ആര് ലഘു എന്ന് പറയാൻ നമ്മൾ സാധാരണക്കാരാരാണ്? അവരത് ചിന്തിച്ചിട്ടേ ഇല്ല. അറിവിൻ്റെ അപാര സീമകളിൽ വ്യാപരിച്ചിരുന്ന ഈ രണ്ട് മഹാഗ്രന്ഥന്മാർ ശരിക്കും ചട്ടമ്പിയുടെ തീക്ഷ്ണമായ ചിന്തകളോ അതുപോലെ തന്നെ തീക്ഷ്ണമായ ആശയങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ വളരെ സൗമ്യമായി ആളുകളെ കയ്യിലെടുക്കാൻ പോകുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആരെയും ദ്വേഷിക്കുന്ന ഒരു വാക്കുകളേ വരത്തില്ല. നേരെ മറിച്ച് ചട്ടമ്പി സ്വാമി സമൂഹത്തിൽ നിലനിന്നിരുന്ന ആൾ നമുക്കറിയാം. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ ഈഴവർക്കിടയ്ക്ക് പോലും തർക്കമുണ്ടായിരുന്നു. നമുക്ക് എന്ത് അവകാശം? അന്തനാള വർഗത്തിൽപ്പെട്ട ശൂദ്രന് എവിടെ അമ്പലം വയ്ക്കാം, എവിടെ ശിവപ്രതിഷ്ഠ നടത്താം? ഇതിൻ്റെ ഒരു പ്രതിധ്വനി മലബാർ പ്രദേശത്തുണ്ടായിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന ആള് നിശ്ചിതമായി ഈ അമ്പലം വയ്പ്പിനെയും വിഗ്രഹപ്രതിഷ്ഠയെയും എതിർത്തുകൊണ്ട് പുസ്തകം എഴുതി. പക്ഷേ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുദേവന്റെ പിറകിൽ പാറകോഴി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒന്നല്ല, നിരവധി ഈഴവ ക്ഷേത്രങ്ങൾ ഗുരുനാഥൻ തന്നെ നിങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ നിർമ്മിക്കണമെന്ന് പറയുകയും ഈ എഴുതിയ പുസ്തകത്തിനെതിരായിട്ട് അതിൻ്റെ ഖണ്ഡനമെഴുതി കേരളത്തിൽ ചട്ടമ്പി സ്വാമിയാണ് പ്രചരിപ്പിച്ചത്. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ നായവര്, ഈഴവര്, അതുപോലെ പിന്നോക്ക വർഗങ്ങൾ എന്തുകൊണ്ടാണ് ചട്ടമ്പി സ്വാമി ഇത്രമാത്രം ആളുകൾ വെറുക്കാൻ കാരണം? തനിക്ക് ശരി എന്ന് തോന്നുന്ന ആശയങ്ങളെ നിർഭയമായിട്ട് ജനസാമാന്യത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു ശങ്കയും ഉണ്ടായിരുന്നില്ല. പ്രാചീന മലയാളം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ മനുഷ്യവർഗത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത് ദ്രാവിഡ ഭാഗത്താണ്, സിലോൺ ഭാഗത്താണ്. അന്ന് ഭൂഖണ്ഡം വളരെ വലുതായി കിടന്ന സ്ഥലമാണ്. കേരളം എന്ന് പറയുന്ന പ്രദേശം തമിഴകത്തിൽ നിന്ന് ചെന്തമിഴിൽ നിന്ന് വേർപെട്ടു വന്ന ഭാഷയാണ് കേരള ഭാഷ. കേരളത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നായരും ഈഴവനും അന്തരാള വർഗവുമാണ്. ബ്രാഹ്മണർ പുറത്തുനിന്ന് വന്നതാണ്. ഇതൊക്കെ ഇദ്ദേഹം പറയുന്ന സമയം ആരെയൊക്കെ ശത്രുക്കളായി മാറ്റി? ബ്രാഹ്മണർ മുഴുവൻ ശത്രുക്കളായി മാറി. അതിനുശേഷം അദ്ദേഹം ഈ പറഞ്ഞ വിഗ്രഹാരാധനയ്ക്ക് ഖണ്ഡനം എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കൂടിയുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആളുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ശത്രുവായി. തമിഴല്ല എല്ലാ ഭാഷയുടെയും സംസ്കൃതമല്ല എല്ലാ ഭാഷയുടെയും മാതൃഭാഷ, തമിഴാണ്, ദ്രാവിഡ ഭാഷയാണ് എല്ലാ ഭാഷയുടെയും മാതാവ് എന്ന് അദ്ദേഹം യുക്തിയുക്തമാണ് പറഞ്ഞത്. യുക്തിയുക്തം പറയുന്ന സമയം തീർച്ചയായിട്ടും സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള ഇവിടുത്തെ വരണ്യവർഗം അല്ല പണ്ഡിതവർഗം മുഴുവൻ ചട്ടമ്പിക്കുകയാവും. അതിലൊന്നും ചട്ടമ്പിക്ക് കൂസലുണ്ടായിരുന്നില്ല. മഹാക്ഷേത്രങ്ങളുടെ ഉത്സവമുറ്റങ്ങളിൽ ഹേ പാപികളായ ഹിന്ദുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ മതം മാറ്റിയിരുന്ന സമയം ചട്ടമ്പി സ്വാമി ക്രിസ്തുമത ഛേദനം എഴുതി. ക്രിസ്തുമത ഛേദനത്തിനകത്ത് അക്കമിട്ട് ബൈബിളിലെ ലിഖിതങ്ങളും ഉപദേശങ്ങളും കോട്ട് ചെയ്തുകൊണ്ടാണ് ക്രിസ്തുമത ഛേദനം എഴുതുന്നത്. ക്രിസ്ത്യാനികൾ മുഴുവനെതിരായി, ബ്രാഹ്മണരെതിരായി, ക്രിസ്ത്യാനികളെതിരായി, വിഗ്രഹധ്വംസകരെതിരായി. പരശുരാമൻ മഴിയൊടിഞ്ഞുണ്ടാക്കിയതല്ല കേരളം. അപ്പോൾ അതുവരെയുള്ള വിശ്വാസ പ്രമാണങ്ങളെ മുഴുവൻ കടപുഴറ്റുന്ന കാര്യത്തിൽ ചട്ടമ്പി സ്വാമികൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഈ മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയ സമയം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യന്മാരെല്ലാം ചട്ടമ്പി സ്വാമിയെ വന്ന് കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങിത് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകം. കാരണം അങ്ങയോട് ബ്രഹ്മാനന്ദ ശിവയോഗിക്ക് യാതൊരു എതിർപ്പുമില്ല. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടക്കുകയും ഞാൻ വിമർശിച്ചിരിക്കുന്നത്. ചട്ടമ്പി സ്വാമി പറഞ്ഞു, എന്താണ് ചെയ്യേണ്ടത്? ഞാനും നാണു ഗുരുവും ആലോചിച്ചാണ് എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് എന്നോട് ആരും ഉപദേശിക്കണ്ട. ചട്ടമ്പി സ്വാമിയുടെ ഒരു സവിശേഷത, അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളൊന്നും പ്രസിദ്ധീകരിക്കാനോ സ്റ്റേജുകളിൽ പ്രസംഗിക്കാനോ തൻ്റെ ഗ്രന്ഥങ്ങൾക്ക് പ്രസരണം കിട്ടാനോ ഒരിക്കലും പ്രശസ്തിയുടെ പുറകെ പോയിട്ടില്ല. അതുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളെല്ലാം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പെരുമ്പാവൂരിൽ കോടനാട് വനത്തിൽ താമസിച്ചിട്ടുണ്ട്, പറവൂര് താമസിച്ചിട്ടുണ്ട്, വൈക്കത്ത് വന്നിട്ടുണ്ട്, കായംകുളത്ത് താമസിച്ചിട്ടുണ്ട്, ഇങ്ങനെ മൂവാറ്റുപുഴയിൽ താമസിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ വീടുകളിൽ നിന്ന് സമാഹരിച്ച ലിഖിതങ്ങളും രേഖകളിൽ നിന്നുമാണ് ഇതെല്ലാം നമുക്ക് അറിയുന്നത്. അപ്പോൾ ഒരുപാട് ശത്രുക്കളെ എന്തുകൊണ്ടോ ചട്ടമ്പി സ്വാമി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രായോഗിക വശം മുഴുവൻ ശ്രീനാരായണ ഗുരുദേവന് നടത്തി കാണിച്ചു കൊടുത്തു. അങ്ങേയറ്റം ലളിതമായ മലയാള ഭാഷയിൽ എഴുത്തച്ഛന് ശേഷം വേദാന്ത രഹസ്യങ്ങൾ ഇത്രയും ഭംഗിയായി എഴുതിയിട്ടുള്ള ഒരാചാര്യൻ
ശ്രീനാരായണ ഗുരു അല്ലാതെ വേറെ ഇല്ല. അത് ചട്ടമ്പി സ്വാമിക്കും ശരിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, NSSൻ്റെ ആവിർഭാവം, SNDPയുടെ ആവിർഭാവം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പിന്നിലെ വിജയരഹസ്യം, ഗുരുവായൂർ സത്യാഗ്രഹം, നിരവധി സ്കൂളുകൾ സ്ഥാപിക്കൽ, ഇതെല്ലാം ഉണ്ടായത് വാസ്തവത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന ഫലമായിട്ടാണ്. ബോധേശ്വരൻ ഒരിക്കൽ ചട്ടമ്പി സ്വാമിയെ സമീപിച്ചിട്ടുണ്ട്. ഈ നായർ സമാജത്തിൽ ഭയങ്കരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ്. അവർക്ക് മരണാനന്തര ക്രിയകളിൽ ഒന്നും ഒരു ലക്കും ലഗാനുമില്ല. അതുകൊണ്ട് ചട്ടമ്പി സ്വാമി ആധ്യാത്മിക ജ്ഞാനി എന്നുള്ള നിലയിൽ ഇവർക്ക് വഴികാട്ടിയായിട്ട് വരണം. കൊല്ലത്ത് പ്രാക്കുളത്ത് വെച്ചൊരു മഹാനായർ സമ്മേളനം നടക്കുകയാണ്, അതുകൊണ്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ ചെന്ന ബോധേശ്വരനോടോ, ബോധേശ്വര, ഞാൻ ആരെയും നന്നാക്കാനോ അല്ലെങ്കിൽ ആരുടെ സമൂഹത്തിൻ്റെയും വ്യക്താവാകാനോ ആഗ്രഹിക്കുന്നില്ല. ബോധേശ്വരൻ പോകുന്നുവെങ്കിൽ ആ യോഗം നടക്കുന്ന പന്തലിൻ്റെ ഏറ്റവും പുറത്തെ തൂണിലേ പിടിച്ചു നിൽക്കാവൂ. കാരണം നായന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. വഴക്കുണ്ടാക്കി എപ്പോഴാണ് തൂണ് പിഴുവ് അടിയുണ്ടാകും, അല്ല പന്തലിൽ അടിപ്പെട്ടു പോകാതെ നീ മാറി നിന്നോളൂ. നായരെ സംഘടിപ്പിക്കാൻ ഒരാൾ വരുന്നുണ്ട്, അതുവരെ കാത്തിരിക്കൂ എന്നാണ് ബോധേശ്വരൻ. സുഗതന്മാരുടെ അച്ഛനാണ് ബോധേശ്വരൻ. അദ്ദേഹത്തോട് ഉപദേശിക്കുന്നത്, നായരെ നന്നാക്കാൻ ഒരാൾ വരുന്നുണ്ട് എന്ന് പറയും. ഞാനല്ല അതിന് ഉത്തരവാദി. അപ്പോൾ വരാൻ പോകുന്ന സംഭവങ്ങളെ ക്രാന്തദർശിയും ത്രികാലജ്ഞാനിയുമായുള്ള ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തെല്ലാമാണ്. NSSൻ്റെ ആവിർഭാവം, സംഘടനാ പാഠവും ഇതിൻ്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ച ചൈതന്യ സ്വരൂപങ്ങൾ ഇവർ രണ്ടുപേരുമാണ്. ഇവരുടെ ഗുരുശിഷ്യ ബന്ധത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 1924 സമാധിയാകുന്നതിന് തൊട്ട് മുൻപ്, ഒരു മാസം മുൻപ് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളെ കാണാൻ വരുന്നുണ്ട്. അന്ന് അവിടെ വെച്ച് അവരുടെ എല്ലാം ഫോട്ടോ എടുക്കാനും അനുവദിക്കുകയും ചെയ്തു. സമാധിയായി എന്നുള്ള വാക്ക് പിന്നീട് ശ്രീനാരായണ ഗുരുദേവൻ കേട്ട ശേഷം കുറേ സമയം ആയിരുന്ന ശേഷം വായിൽ നിന്ന് സംസ്കൃത ശ്ലോകം അടർന്നു വീണു എന്നാണ് പറയുന്നത്. സർവജ്ഞ ഋഷിരുൽക്രാന്ത സദ്ഗുരു ശുഖവാത്മന ആഭാതി പരമവ്യോംനി പരിപൂർണ കലാനിധി. അത് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ ചട്ടമ്പി സ്വാമികളെപ്പറ്റി ശ്രീനാരായണ ഗുരുദേവൻ സർവജ്ഞ, ഋഷി, സദ്ഗുരു, പരിപൂർണ കലാനിധി, ലീലയാ കാലമധികം നീത്വാ സ മഹാപ്രഭു നിസ്വം വപു ഉമത്സൃജ്യ സ്വം ബ്രഹ്മ വപുരാസ്തിത. അതിൽ നമുക്ക് മനസ്സിലാകാം എന്തെല്ലാം ഭയഭക്തി ബഹുമാനങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവന് ചട്ടമ്പിയെപ്പറ്റി ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അവർ രണ്ട് കേരളക്കരയിൽ വന്ന് ചെയ്തതായിട്ടുള്ള ബൃഹത്തായ മാറ്റം ഈ കേരള മണ്ണിലെ ഓരോരുത്തർക്കും തൊഴു കയ്യൂനി മാത്രമേ കാണാൻ പറ്റൂ. ഇന്നത്തെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ NSSൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനം പോലെ തന്നെ CMIക്കാർ വലിയ വിദ്യാഭ്യാസ പ്രവർത്തനം ക്രിസ്തീയ സഭകളെല്ലാം ചെയ്തിട്ടുണ്ട്. അന്ന് ചെയ്തതായ അവരുടെ വിദ്യാലയങ്ങൾ, അവരുടെ ഉയർച്ച, അവരുടെ വളർച്ച. നേരെ മറിച്ച് പിന്നീട് വലിയ ആവേശത്തോടുകൂടി സമൂഹം മുഴുവൻ മന്നത്ത് പത്മനാഭൻ്റെ പാദങ്ങളിൽ വസ്തുവും സമ്പത്തും എല്ലാം വച്ച് സംഘടന പുഷ്കലമായി, SNDPയും സംഘടന പുഷ്കലമായി. ഇങ്ങനെ വേർതിരിച്ച് മതിൽ കെട്ടി മാറി മാറി ചിന്തിക്കാനാണോ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണനും നമ്മളെ പഠിപ്പിച്ചത്? പരസ്പരം തമ്മിൽ തല്ലാനാണോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും പുറത്തു നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭരണവർഗത്തെ എന്നും പ്രതിപക്ഷം എതിർത്തിരിക്കാം. ഈ എതിർപ്പ്, ഈ വിദ്വേഷത്തിൻ്റെ, ഈ സഹകരണമില്ലായ്മയുടേതായിട്ടുള്ള ഈ അന്തരീക്ഷം കേരളത്തിൽ എങ്ങനെ വന്നുപെട്ടു? ഈ ആചാര്യന്മാർ ഒരുക്കിക്കൂട്ടിയതായിട്ടുള്ള കേരള മണ്ണിൽ പരസ്പരം സ്നേഹം, സാഹോദര്യം, ഐക്യം ഈശ്വര തുല്യമായ മണ്ണാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. എത്രയെത്ര ആയുർവേദത്തിൻ്റെ സാധ്യതകൾ, ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഒക്കെ ഈ മണ്ണിനെ പുഷ്കലമാക്കുകയായിരുന്നുവെങ്കിൽ നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആഹ്വാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇടതുപക്ഷ ചിന്താഗതിക്കും അതുപോലെയുള്ള ചില പ്രത്യയശാസ്ത്രങ്ങളുടെ വളർച്ചയ്ക്കുമെല്ലാം വളക്കൂറായത്. അവരെ ഒന്നും ഈ ആചാര്യന്മാരെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവർ മാത്രമല്ല, നിരവധി അനവധിയായിട്ടുള്ള ആധ്യാത്മിക തേജസ്സുകൾ ഈ മണ്ണിനെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ രണ്ട് സൂര്യ തേജസ്സുകൾ, കേരള
സാംസ്കാരിക ആധ്യാത്മിക വിദ്യാഭ്യാസ നഭോമണ്ഡലങ്ങളിൽ ശോഭിച്ചു നിന്നതായ 2 ശുക്രനക്ഷത്രങ്ങളാണ് ചട്ടമ്പി സ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവൻ. യാതൊരു സംശയവുമില്ലാത്ത കാര്യങ്ങളാണ്. ആഴത്തിലുള്ള പഠനങ്ങൾ ഇവരെ 2 പേരെയും സംബന്ധിച്ചുണ്ടാവേണ്ടതാണ് എന്നും ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ആചാര്യപാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.